നമസ്തേ. രത്നശാസ്ത്രയുടെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ്. രത്നശാസ്ത്രയിലേക്ക് സുസ്വാഗതം. നമസ്കാരം. നമ്മൾ പച്ച നിറത്തിൽ ഉള്ള മറ്റൊരു രത്നത്തെക്കുറിച്ച് മുമ്പുള്ളൊരു എപ്പിസോഡിൽ സാറ് പറഞ്ഞു. പെരിഡോട്ട് എന്ന് പറയുന്ന ഒരു രത്നം, അതായത് മരതകത്തിന് നമുക്ക് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ളൊരു രത്നം പറഞ്ഞു. അതുപോലെ സാറ് മരതകത്തിന് നമുക്ക് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വേറെയും ജെയ്ഡോനിക്സ് ഒക്കെ നമ്മൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഒരു ചെറിയ ഒരു ബാക്ക് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം മരതകം നമുക്കതിനകത്ത് പെർഫെക്റ്റ് മാച്ച് അല്ല, എന്നാൽ ബുധദശാകാലങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ബുധന് വേറെ ചില പ്ലസ് പോയിൻറ്റ്സും അതിനകത്തുണ്ടെങ്കിൽ നമുക്ക് ഐദർ ചെറിയ ക്യാരറ്റേജ് കൊടുക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ ഈ സബ്സ്റ്റിറ്റ്യൂട്ട് കൊണ്ടത് നമുക്ക് മേക്കപ്പ് ചെയ്യാനായിട്ട് പറ്റും, പരിഹരിച്ചു കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ ഒരു മരതകം രത്നം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെയുള്ള രത്നങ്ങൾ ഉപയോഗിക്കുന്നതിന് കുഴപ്പമുണ്ടോ? ഇല്ല, ഒരു കുഴപ്പമില്ല. മരതകം പെർഫെക്റ്റായിട്ട് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നു. അഡീഷണലായിട്ട് എന്തെങ്കിലും സാറേ എനിക്ക് ഇതിൻ്റെ കൂടെ ഇട്ടാൽ കൊള്ളാമെന്നുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പീരിഡോട്ട് യൂസ് ചെയ്തു, അല്ലെങ്കിൽ ചാർട്ട് നോക്കിയിട്ട് വേറെ എന്തെങ്കിലും സപ്പോർട്ടിങ് പ്ലാനറ്റ്സ് ഉണ്ടോ. ഞാനിവിടെ ചാർട്ട് ചില ആൾക്കാരോട് ഞാൻ പറയുന്നു, ഇപ്പോൾ ഇത് ഉപയോഗിക്കുക, ഇത് കണ്ടിന്യൂ ചെയ്യണം വേണം ലൈഫ് ടൈമിൽ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു സപ്പോർട്ടീവ് സ്റ്റോണ് നമുക്ക് ഇതിന് ശേഷം യൂസ് ചെയ്യാം. ഇപ്പോൾ വേണ്ട, നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മതി, കാരണം ഇതെല്ലാം കൂടെ മേടിച്ച് എക്സ്പെൻസ് ആക്കണ്ട എന്ന് പറയും. ചിലരോട് ഞാൻ നിർബന്ധമായിട്ട് ഈ രണ്ട് സ്റ്റോണുകൾ, അതായത് ഇപ്പം എമറാൾഡും പിന്നെ ഒരു ടോപ്പാസ്, വൈറ്റ് ടോപ്പാസ്, അങ്ങനെ വല്ലതും വേണമെങ്കിൽ അത് രണ്ടും കൂടെ നിങ്ങൾ കോമ്പിനേഷനിൽ തന്നെ യൂസ് ചെയ്തോ, അതാ നല്ലത്. പുട്ടും പഴവും എന്ന് പറഞ്ഞ പോലെ കോമ്പിനേഷനാണ്. അതൊക്കെ ഡിപ്പെൻസ്, ഓരോരുത്തരുടെയും ചാർട്ടിനെ അനുസരിച്ച് മാത്രമേ അത് സംസാരിക്കാറുള്ളത്. അങ്ങനെ അത് ഓരോ വ്യക്തികളുടെ ചാർട്ട് നമുക്ക് നോക്കിയാലേ അതിൻ്റെ കാര്യങ്ങളിലേക്ക് പറയേണ്ടി വരും. എനിക്ക് തോന്നുന്നു നമ്മൾ ചർച്ച ചെയ്ത് വന്നിരുന്നൊരു കാര്യമുണ്ടായിരുന്നു, കന്നി ലഗ്നത്തെക്കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. അതിൻ്റെ ഉച്ചരാശിയായ ബുധനെക്കുറിച്ചും അതിൻ്റെ മരതകത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഈ കന്നി ലഗ്നത്തിൽ തന്നെ നമ്മൾ വ്യാഴം വരുമ്പോഴുള്ള ഒരു പ്രത്യേകതയാണ് നമ്മൾ മുമ്പ് പറഞ്ഞത്. ഇവിടെ ഈ ചൊവ്വ വന്നാൽ, മാർസ് വന്നാൽ എന്തായിരിക്കും? കന്നി ചിങ്ങലഗ്നത്തിൽ ചൊവ്വ വന്നതാണ് നമ്മളന്ന് സംസാരിച്ച്. പിന്നെ വ്യാഴത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഈ കന്നി ലഗ്നത്തിൽ ചൊവ്വ അല്ലേ, ഇപ്പം ചൊവ്വ ഇപ്പം എല്ലാവരുടെയും കൂടെ നിൽക്കുന്നതാണ് നമ്മൾ സംസാരിച്ച് വരുന്നത്. അപ്പോൾ ഈ ബുധൻ്റെ ഹൗസിൽ വന്നപ്പം ബുധൻ അല്ലെങ്കിൽ സൈൻ ഓഫ് വിർഗോ എന്ന് പറയുന്നത് വളരെ പ്രാക്ടിക്കലും കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറുള്ള ഒരു ഹൗസാണ്. പ്രാക്ടിക്കലും കാൽക്കുലേറ്റഡ് ആയിരിക്കും, വളരെ സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണം നടത്തും, എന്നിട്ടത് പെർഫെക്റ്റായിട്ടത് ഇംപ്ലിമെൻ്റ് ചെയ്യും. ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളിനകത്തും പോയി ഇടപെടത്തില്ല, കൃത്യം അതേ തന്നെ ആയിരിക്കും ഫോക്കസ് ചെയ്ത് അതവർ നടപ്പാക്കുന്ന ഒരു നല്ല വ്യക്തിത്വമാണ് ഈ വിർഗോയ്ക്കുള്ളത്. ഈ കന്നി രാശിക്ക് ഭയങ്കര വ്യക്തിത്വമുള്ള ആൾക്കാരെന്ന് പറയാം. ഇൻ ജനറലായിട്ട് പറഞ്ഞാൽ വളരെ വ്യക്തിത്വമുള്ള ആൾക്കാരായിരിക്കും. ഈ ചൊവ്വ എന്ന് പറയുമ്പോൾ ചൊവ്വയുടെ ക്യാരക്ടർ അറിയാലോ. അപ്പോൾ ചൊവ്വ കുറച്ചുകൂടെ അഗ്രസീവായിട്ടുള്ള ഒരു പ്ലാനറ്റാണ്. പല ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട്, പോലീസ്, മിലിറ്ററിയൊക്കെ ആയിട്ട് ബന്ധമുള്ള ആളാണ്. അപ്പോൾ ഇദ്ദേഹം ഈ ബുധൻ്റെ എക്സോൾട്ടഡ് ഹൗസ് ആയിരിക്കുന്ന കന്നിയിൽ വന്നാൽ എന്തായിരിക്കും, അതാണല്ലോ ചോദ്യം. ഇങ്ങനെയുള്ളവർ നല്ല ഇപ്പോൾ ഈ ഇൻ്റലിജൻസിലും CID CBI ഇങ്ങനെയുള്ള ആൾക്കാരിൽ ഈ ഒരു സ്ഥിതി കാണാം. മനസ്സിലായി. ബുധൻ്റെ ഹൗസിൽ ചിലപ്പോൾ അവർ ഈ ചൊവ്വ കാണും അവിടെ. അപ്പോൾ ചൊവ്വ ഇൻവെസ്റ്റിഗേഷൻ്റെ ആളാണ്, പോലീസാണല്ലോ. അപ്പോൾ പോലീസും പട്ടാളമായിട്ട് വെടിവെച്ച് അങ്ങനെ നിൽക്കുന്ന പല സ്റ്റേജസ് ചൊവ്വയ്ക്കുണ്ട്. പല ഹൗസിൽ നിന്നാൽ അങ്ങനെയായിരിക്കും. ഇപ്പോൾ ലഗ്നാധിപനായിരിക്കുന്ന ചൊവ്വ അല്ലെങ്കിൽ 10th ഹൗസിൽ ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ ആൾ ശരിക്കും ഒരു പക്ക പോലീസ് ആയിരിക്കും. പുള്ളിക്ക് ഒരു എക്സ്പോഷറുള്ള ഒരു പോലീസ് ഓഫീസറായിരിക്കാം, അല്ലെങ്കിൽ മിലിറ്ററിയുടെ ഒരാളായിരിക്കാം. എന്നാൽ കന്നിയിൽ നിൽക്കുമ്പോൾ അങ്ങനെയല്ല. കന്നിയിൽ നിന്നുമ്പോൾ സൂക്ഷ്മ നിരീക്ഷണം ചെയ്ത് കൃത്യമായിട്ട് ആളെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷനിൽ ഒരാളായിരിക്കണം. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ
ഇനിയിപ്പം ഒരു കമ്പനിയുടെ ഒരു ചീഫാണ്, ഒരു CEO ഡയറക്ടറും ആണെങ്കിൽ ബുധൻ നിന്നാൽ വളരെ പെർഫെക്റ്റാണ് കാര്യങ്ങൾ ഒക്കെ ആണെങ്കിലും ചൊവ്വയോടെ വന്നാൽ പുള്ളി കുറച്ചുകൂടെ അഗ്രസീവായിരിക്കും, ചെയ്യിക്കും. അതെന്താ, അതാണല്ലോ ഞാൻ ചെയ്യാൻ പറഞ്ഞത്, ഇത് കൃത്യമായിട്ട് ചെയ്ത്, നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ മാറിക്കോ, ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ ബുധൻ്റെ കൂടെ ഈ ബുധൻ്റെ ഹൗസിൽ ചൊവ്വ വന്നാൽ ഇങ്ങനെ ആയിരിക്കുന്നതുകൊണ്ട് എന്ത് പറ്റും, പെട്ടെന്ന് നമുക്ക് ശത്രുക്കൾ കയറി വരും, ഓപ്പോസിഷൻസ് പെട്ടെന്ന് കയറി വരും. അതായത് ആ ഒരു ബുധൻ എന്ന് പറയുന്ന ആ ഒരു പെർഫെക്ഷനിസ്റ്റ് ആളുടെ ആ ഒരു ക്യാരക്ടർ ചെറുതായിട്ടൊന്ന് മാറി. പെർഫെക്ഷനൊക്കെ ഉണ്ട്, പക്ഷേ സ്ട്രിക്റ്റ് ആയിരിക്കും, ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. അപ്പോൾ എപ്പോഴും ലഗ്നത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ആ വ്യക്തിയെ നന്നായിട്ട് സ്വാധീനിക്കും. ലഗ്നാധിപൻ തന്നെ ലഗ്നത്തിൽ നിൽക്കുന്നത് വളരെ വലുതാണ്. കാരണം വെച്ചാൽ ആൾ കാണാനും പെർഫെക്ഷൻ കാണും, ആൾ ഭംഗിയുള്ള ആളായിരിക്കും, സൗന്ദര്യം ഉണ്ടാവും, ആരോഗ്യം ഉണ്ടാവും, ഇതെല്ലാം ഉണ്ടാവും. എന്നാൽ വേറെ ഗ്രഹങ്ങൾ ഇപ്പോൾ ബുധൻ മാത്രമാണ് എക്സോൾട്ടഡ് ആയിട്ട് അവിടെ നിന്നിരുന്നെങ്കിൽ വേറൊരു ലെവലായിരിക്കും പുള്ളി, അയാൾ സോഫ്റ്റായിരിക്കും. കാരണം അയാൾക്ക് ബുദ്ധിപരമായിട്ട് ആൾക്കാരെ കൈകാര്യം ചെയ്യാനറിയാം. പക്ഷേ ചൊവ്വ എന്ന പുള്ളി അവർ കായികമായിട്ടും കൈകാര്യം ചെയ്യാൻ ശ്രമിക്കും. അതായത് ചൊവ്വയുടെ ഒരു കുറച്ച് ഇതും ക്വാളിറ്റീസും കൂടെ ആളവിടെ വരും. അപ്പോൾ ആ ടോട്ടലുള്ള ആ ക്യാരക്ടറിൽ ചെറിയ മാറ്റങ്ങൾ സംഭവിക്കുകയെന്ന്. ഇപ്പോൾ ഒരു ഷോപ്പിൽ തന്നെ നമ്മൾ 4-5 പേര് നന്നായിട്ട് വളരെ സിമിലറായിട്ടുള്ള നല്ല സിംഗിങ്ങിൽ പോകുന്നതാണെങ്കിലും വേറൊരു ടെറർ പോലത്തെ ഒരു ആളാണ് ഇവിടെ നമ്മളോട് വർക്ക് ചെയ്യാമെന്ന് മൊത്തത്തിൽ മാറിയല്ലോ. പിന്നെ ഇത് ഈ നിൽക്കുന്ന ഗ്രഹം ഏതാണ്, അപകടകാരിയാണോ എന്നും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പം ഈ ചൊവ്വ അപകടങ്ങൾ ഉണ്ടാക്കുന്നതാണ്. 8ാമത്തെ രാശി, അതായത് മേടൻ രാശി കൈകാര്യം ചെയ്യുന്നത് പുള്ളിയാണ്. കന്നി രാശിയിൽ നിന്ന് കറങ്ങി വന്ന 8ാമത്തെ രാശിയിലേക്ക് വരും, മേടമായി. മേടത്തിൽ നിന്ന് കറങ്ങി വന്നാൽ 6th ഹൗസ് വന്നു. അത് പറഞ്ഞ് 6th ഹൗസിൻ്റെ ഓണർഷിപ്പ് ഈ ഇതിനുള്ളതുകൊണ്ടാണ് മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത്. പിന്നെ ഈ മെഡിസിൻസുമായിട്ടൊക്കെ ഉള്ള കണക്ഷൻസും കാണിക്കുന്നുണ്ട് ഇതിനകത്ത്. പലത് ഡിപ്പെൻസ്, ഓരോരുത്തരുടെ ചാർട്ടിൻ്റെ അനുസരിച്ചിട്ടായിരിക്കും അത് പോകുന്നത്. പക്ഷെ വിർഗോ എന്ന് പറയുന്ന സംഭവം വളരെ പെർഫെക്റ്റ് ഹൗസാണത്. അപ്പോൾ ആ ഒരു ചൊവ്വ വരുമ്പോൾ ചൊവ്വയുടെ ഒരു സ്വാധീനവും അതിൻ്റെ ഒരു ക്യാരക്ടറും കൂടെ ഈ ഒരു വ്യക്തിയിലേക്ക് വരിക. അപ്പോൾ എക്സോൾട്ടഡ് ഹൗസുകളിൽ നമ്മൾ രത്നങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ കാര്യം കൂടെ നമ്മൾ കണക്കിലെടുത്ത് പറയേണ്ടി വരും. അപ്പോൾ അതിനെന്ന് പറയുമ്പം നമുക്ക് ഈ ഹൗസിൽ ഏതെല്ലാം ഗ്രഹങ്ങൾ നിപ്പുണ്ട്, ബുധനും നിപ്പുണ്ട്. കന്നി ലഗ്നത്തിൽ ബുധൻ, അപ്പം ഓക്കെ ആയിട്ടുള്ളൊരു സ്ഥിതിയാണ്. എന്നാൽ ഇതിനകത്ത് വേറെ ഗ്രഹങ്ങളൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ക്യാരക്ടേജ് നിശ്ചയിക്കുമ്പോൾ എങ്ങനെ നിശ്ചയിക്കാം? സാറ് പറഞ്ഞു വന്നത് ആ ഒരു ക്യാരക്ടേജ് നമ്മൾ എങ്ങനെയാണ്. ലഗ്നാധിപൻ ലഗ്നത്തിൽ, കന്നി തന്നെ വിട്ടേക്ക്, ഏത് ലഗ്നം എടുത്താലും ലഗ്നാധിപൻ ലഗ്നത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോൺ ഉപയോഗിക്കണമെന്നില്ല, ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഉപയോഗിക്കുന്നെങ്കിൽ ഒരുപാട് വലിയ ക്യാരക്ടേജിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. അത് ഈ പറഞ്ഞ പോലെ ഹൗസ് ഏതാണ്, ഈ നിൽക്കുന്ന പ്ലാനറ്റ് ഏതാണ്, ലഗ്നം ഏതാണെന്നൊക്കെ ചിന്തിച്ചിട്ട് വേണം ഇത് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ലഗ്നാധിപൻ നിൽക്കുന്ന സ്റ്റോൺ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വന്നു, സെൽഫ് കോൺഫിഡൻസ് വന്നു. കാരണം ഒരു വ്യക്തിത്വമാണ് അവനവൻ്റെ ലഗ്നം എന്ന് പറയുന്നത്. ഹോൾ ആളാണ് അത്. ലഗ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുൾ ലഗ്ന കാണുന്നേ ഞാൻ എന്ന് പറഞ്ഞതുപോലെ ലഗ്നാധിപൻ സ്റ്റോൺ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ബുധൻ എക്സോൾട്ടഡ് ആയിട്ട് ലഗ്നത്തിൽ തന്നെ നിൽക്കുന്നത്, അതായത് കന്നി ലഗ്നത്തിൽ തന്നെ ബുധൻ, അതല്ല ചോദിച്ചത്. അതെ. അപ്പം അതിന് ചില കാര്യങ്ങളുണ്ട് അതിനകത്ത്. ഒരുപാട് ക്യാരക്ടേജ് നോർമലി വേണ്ട. ഒരു 3 ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ വലിയ ഇല്ലാത്ത ആൾ നോർമലായിട്ട് നിൽക്കുന്നതാണ്. പക്ഷേ ഞാനൊരു ചാർട്ട് ഇപ്പോൾ പറയുന്നതിനകത്ത് കന്നി ലഗ്നമാണ്, 89-ലെ ചാർട്ടാണ്. ഓക്കെ. സൂര്യനും ചൊവ്വയും എൻ്റെ കൂടെ ഉണ്ട്, ബുധനും ഉണ്ട്. ലഗ്നാധിപൻ ലഗ്നത്തിലുണ്ട്, എക്സോൾട്ടഡ് ആണ്. സൂര്യനും ചൊവ്വയും കയറി വന്നു. ഇപ്പം ഇതിനകത്ത് നോക്കുമ്പം ലഗ്നത്തിൽ 2 പച്ച എനർജി നിറഞ്ഞു നിൽക്കുന്ന ആ ഹൗസിൽ ചുമപ്പ് എനർജിയും കൂടെ കയറി വന്നു. ഓക്കെ. അപ്പോൾ നമുക്ക് ലഗ്നാധിപൻ ഇവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ലഗ്നം അയാളുടെ ശരീരമാണ്. 10th ഹൗസ് എന്ന് പറഞ്ഞാൽ മിഥുനം,
പുള്ളിയുടെ കർമ്മ ഏറിയാണ്. അപ്പോൾ കർമ്മം കൊണ്ടും ലഗ്നം കൊണ്ടും ഒക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ട ആൾ ബുധനാണ്. ബുധൻ കുഴപ്പമില്ല നിൽപ്പുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ 2 പേരും കൂടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബലം പോയി, ബലക്കുറവ് സംഭവിച്ചു. ഓപ്പോസിറ്റ് ഗ്രഹങ്ങൾ ലഗ്നത്തിൽ നിൽക്കുമ്പോൾ, ലഗ്നാധിപൻ്റെ കൂടെ നിൽക്കുമ്പോഴോ അല്ലാതെയോ നിൽക്കുമ്പോഴോ ലഗ്നത്തിന് ബലം പോയി. ഇവിടെ നമ്മൾ ഈ 3 ക്യാരറ്റിന് പകരം ഒരു 6 ക്യാരറ്റാണ് പിന്നെ കൊടുക്കുന്നത്, കൂട്ടി ഡബിളാക്കി. കാരണം ആൾക്ക് ബലം ആ ഒരു കുറവ് സംഭവിച്ചതിനെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാം. അപ്പോൾ ഈ നമുക്ക് ഇദ്ദേഹത്തിന് അത് മാത്രം എന്നുള്ളതല്ല, ഈ വ്യക്തി ഗ്രീൻ കളറുമായിട്ട് ഇപ്പോൾ ഓഫീസറുടെ ചെറിയ ലൈറ്റ് ടിൻറ്റഡ് പിസ്ത കളറോ ഗ്രീൻ കളറോ ഒക്കെ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ആൾക്ക് ഇപ്പോൾ നല്ല ടീഷർട്ടൊക്കെ ഇടുന്നതാണ്, റെഡ് യൂസ് ചെയ്യാറ്, നമുക്ക് നല്ല ഗ്രീൻ ടീഷർട്ട്സ്. അപ്പോൾ കളറിനകത്ത് ഇപ്പോൾ അങ്ങനെ നമ്മൾ മാക്സിമം ഗ്രീൻ കളറ് കൊണ്ടുവരും. നല്ല മണി പ്ലാന്റ്സ് മറ്റേത് മറിച്ചതൊക്കെ ഓഫീസിൽ വെക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. ദിവസം കുക്കുംബർ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. കാരണം ഈ സ്റ്റൊമക്ക് റിലേഷൻ ആയിട്ടുള്ള അസുഖങ്ങൾ പെട്ടെന്ന് ബുധനെ കൊണ്ടുണ്ടാവും. പിന്നെ 6th ഹൗസ് ആണല്ലോ സോഡിയാക് സൈൻ്റെ. അപ്പോൾ അപ്പോൾ നമുക്ക് ഇവർ 2 പേര് റെഡാണല്ലോ, സൂര്യനും ചൊവ്വയും. അപ്പോൾ നമുക്ക് പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, എന്തും ഗ്രീൻ എനർജിയും ലുക്കും തരുന്ന എന്ത് സംഗതികളും അതിലേക്ക് കൊടുക്കുക. അപ്പോൾ നമ്മൾ കന്നി ലഗ്നത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ, ലഗ്നാധിപന് എല്ലാം കണക്കിലെടുക്കുമ്പോൾ ക്യാരറ്റൊക്കെ വ്യത്യാസം വരും. സാറേ ഞാനും കന്നി ലഗ്നമായിരുന്നല്ലോ, എനിക്ക് 3 ക്യാരറ്റ് മതിയായിരുന്നല്ലോ, എൻ്റെ ബ്രദറിന് വന്നപ്പം 6 ആയല്ലോ എന്ന് ചോദിക്കും. കാര്യം ഇതാണ്. അപ്പോൾ നമ്മളൊരു സ്റ്റോണിൻ്റെ ആ ഒരു തൂക്കം, ക്യാരറ്റേജ് നിർണ്ണയിക്കുന്നതിലും ഇതുപോലെയുള്ള പല കാര്യങ്ങളും വളരെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് നമ്മൾ ചെയ്യാറുള്ളൂ. കാരണം വെച്ചാൽ നമുക്ക് ഇതിനകത്ത് ഒരാൾ വന്ന് അവർക്ക് കൂടുതൽ ക്യാരറ്റ് കൊടുത്ത് വിടുക എന്നുള്ളതല്ലല്ലോ. അത് കറക്റ്റ് പെർഫെക്റ്റായിട്ട് ഉല്ലാസിനെയും പെർഫെക്റ്റായിട്ടുള്ള സ്റ്റോണും പെർഫെക്റ്റായിട്ടുള്ള ക്യാരറ്റേജ് ചെന്ന റിസൾട്ട് വരുമ്പോൾ ഉല്ലാസ് ഫ്രണ്ടിനോട് പറയും നമുക്ക് ഇവിടെ വന്ന് സാറുമായിട്ടൊന്ന് കൺസൾട്ട് ചെയ്യാം. അങ്ങനെയാണ് മൗത്ത് പബ്ലിസിറ്റി ആണല്ലോ ഇതിന് കൂടുതലും പോകുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ടുള്ള ക്യാരറ്റേജ് എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ചാർട്ട് തന്നെയാണ്. അതുകൊണ്ട് മാത്രമാണ് നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് പറ്റുക. അല്ലെങ്കിൽ നമുക്ക് അതൊന്നും പറ്റത്തില്ല. അപ്പോൾ ബുധൻ പക്ഷേ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാനറ്റും ബുദ്ധി കാര്യങ്ങൾ. ഇപ്പോൾ സാറ് പറഞ്ഞു ബുധൻ്റെ രത്നമായ എമറാൾഡിനെ കുറിച്ച് പറഞ്ഞു, എമറാൾഡിൻ്റെ അതേ പച്ച കളറിലുള്ള പെരിഡോട്ടിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ ഒനിക്സ്, ജെയ്ഡ്, അവെഞ്ചോയൻ, അങ്ങനെയുള്ള പല രത്നങ്ങളെ കുറിച്ച് പറഞ്ഞു. എനിക്കൊന്ന് നമ്മൾ ചർച്ച ചെയ്ത സമയത്ത് പറഞ്ഞു എമറാൾഡിന് ഹാർഡ്നെസ് കുറച്ച് കുറവായിട്ടുള്ള ഒരു രത്നമാണ്. അതായത് ഹാർഡ്നെസ് മറ്റ് രത്നങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഹാർഡ്നെസ് കുറവാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഈ ഒരു സോഫ്റ്റ് സ്റ്റോണിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിൽ തന്നെ ഈ എമറാൾഡിനെ നമ്മൾ ടേക്ക് കെയർ ചെയ്യണം. പിന്നെ എമറാൾഡ് ഈവൻ ഷോറൂമിലിരിക്കുന്ന എമറാൾഡ് പോലും ഒരു പീരിയോഡിക്കലി എണ്ണയിലിട്ട് വെക്കണം. ഏതൊരു ഇപ്പോൾ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ മറ്റേ ആൽമണ്ട് ഓയിൽ, ശുദ്ധമായ വെളിച്ചെണ്ണ ഇതിലേക്ക് ഇട്ട് വെക്കുന്നതാണ് ആ സ്റ്റോണിന് സേഫ്. അല്ലെങ്കിൽ ഇരുന്ന് അത് ഡീഹൈഡ്രേഷൻ കൊണ്ട് വിണ്ട് കയറും. ലോക്കറിൽ നമ്മൾ 5 കൊല്ലം ഒരു എമറാൾഡ് കൂടിയ വില കൊടുത്ത് മേടിച്ച് വെച്ച് നോക്കി, അതിനകത്ത് ക്രാക്ക് വീഴും, വിള്ളൽ വീഴും, ഡ്രൈ ആയി പോകും. ഡ്രൈനെസ് കൊണ്ട് നമ്മൾ ഭയങ്കര വെയിലൊക്കെ അടിച്ചിട്ട് നമ്മുടെ ഭിത്തിയൊക്കെ പൊളന്നു പോകുമല്ലേ, ക്രാക്ക് വീഴുകയല്ലേ, സെയിം അതേപോലെ. അപ്പോൾ ഇതിന് ഒരു പീരിയോഡിക്കലായിട്ടുള്ള ഈ ഒരു നമ്മൾ യൂസേജിൽ നമ്മളിപ്പോൾ എമറാൾഡ് ധരിച്ചുകൊണ്ട് അങ്ങ് നടക്കുകയാണെങ്കിൽ നമ്മൾ എണ്ണയും ഓയിലും പിന്നെ അതിനുള്ള ഫുഡുകൾ എണ്ണ തേക്കുക എല്ലാം വരുന്നത് കൊണ്ട് അതിനത്രയും പ്രശ്നം വരത്തില്ല. ഇത് നമ്മൾ എങ്ങനെ സൂക്ഷിച്ച് കീപ്പ് ചെയ്യണം എന്നുള്ളത് വരുമ്പം ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റാണ്. പിന്നെ നമുക്ക് പീരിയോഡിക്കലി അത് വെള്ളത്തിലൊക്കെ ഇട്ടെന്ന് കഴുകി ഇയർബഡ്സൊക്കെ ഇട്ട് ക്ലീൻ ചെയ്ത് വേണമെങ്കിൽ ഇച്ചിരി ഓയിലൊക്കെ ഇടയ്ക്ക് പുരട്ടി വേണേൽ വെക്കാം. ഇപ്പോൾ സൺഡേ ഇപ്പോൾ അവധിയാണെങ്കിൽ ശനിയാഴ്ച ചെയ്യുക, അല്ലെങ്കിൽ ഞായറാഴ്ച രാവിലെ ചെയ്ത് അവിടെ വെക്കാം. അന്ന് ഇടണമെന്നില്ല, കഴിഞ്ഞ് പിറ്റേ ദിവസം തൂത്തെടുത്ത് കൊണ്ടുപോകാം. അപ്പോൾ ഇത് തന്നെയല്ല, ഡയമണ്ട്സ് ഒന്നും ഒരിക്കലും എമറാൾഡിൻ്റെ കൂടെ വെച്ച് പൊതിഞ്ഞ് കെട്ടരുത്, അപ്പം ക്രാക്ക് വീഴും. ഒന്ന് ഹാർഡ്നെസ് ഏറ്റവും കൂടിയതും ഇത് ഹാർഡ്നെസ് കുറവുള്ളതും. ഇപ്പം നമ്മുടെ ഷോപ്പിൽ അറിയാലോ, നമ്മുടെ ഷോപ്പിൽ എമറാൾഡും ഡയമണ്ടും കൂടെ കൊടുക്കുവാണെങ്കിൽ 2 ബോക്സിലിട്ടാണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇത് കൊണ്ടുപോകുമ്പോൾ കിടന്ന് കുലുങ്ങിയിട്ട്
ആ ഒരു സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് വരും. സ്ക്രാച്ചസ് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മൾ കല്ലുകൾ പോളിഷ് ചെയ്യുന്ന ക്ലോത്ത്, കടയിലൊക്കെ വരുമ്പോൾ കല്ല് ഇങ്ങനെ എടുത്ത് നമ്മളിങ്ങനെ പോളിഷ് ചെയ്യുന്ന ക്ലോത്ത്, ആ ക്ലോത്ത് പോലും അത് കഴിഞ്ഞിട്ട് ഉടൻ തന്നെ അത് കുടഞ്ഞിട്ട് വേറൊരു പ്ലാസ്റ്റിക് കവറിനകത്ത് ഇട്ടാണ് വെക്കുന്നത്. കാരണം ഇത് ഡസ്റ്റ് പിടിച്ചാൽ വീണ്ടും നമ്മൾ എടുത്തിട്ട് ഇതാ തൂക്കുമ്പോൾ ഡസ്റ്റ് വരും. അപ്പോൾ ഇത് ക്രാക്ക് വീഴും. ഡയമണ്ട്സിന് വീഴത്തില്ല, ഇതിന് ക്രാക്ക് വീഴും. ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള രത്നങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പം പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധിക്കേണ്ട ഒരു രീതികളാണ്. ഇപ്പം സാറ് എമറാൾഡിനെ കുറിച്ച് പറഞ്ഞു, മരതകം സൂക്ഷിക്കേണ്ട അല്ലെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ മുമ്പുള്ള എപ്പിസോഡിൽ ചർച്ച ചെയ്ത രത്നങ്ങളായിരുന്നു ഓപ്പൽസ്, ആംബർ പോലെയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള രത്നങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പം ജനറലി ഈ ഒരു രത്നങ്ങളെ നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇപ്പോൾ നമ്മൾ മരതകത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഇപ്പം എന്നാലും മരതകം നമ്മൾ ഒരു റിങ്ങായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം വളരെ ശ്രദ്ധിക്കണം. മരതകം കല്ലുകൾ സാധാരണ നമുക്ക് ചെറിയ വിരലാണ് ഓപ്ഷൻ പറയുന്നത്. കാരണം നമ്മുടെ കൈയുടെ മണ്ഡലത്തിൽ നമുക്ക് ചെറുവിരൽ ബുധൻ്റെ മണ്ഡലം. അപ്പോൾ ബുധൻ്റെ സ്റ്റോൺസ് സാധാരണ ഉപയോഗിക്കുന്നത് ചെറുവിരൽ. ഇവിടെ നമ്മൾ ഏത് ബുക്കുകൾ നോക്കിയാലും അത് മനസ്സിലാവും. എങ്കിൽ ഈ ചെറിയ വിരലിനൊരു പിടുത്തക്കുറവുണ്ട്. ഈ പിടുത്തക്കുറവുള്ളത് കൊണ്ട് നമ്മളിങ്ങനെ ഒന്ന് കുടഞ്ഞാൽ ചിലപ്പം കല്ല് തെറിച്ചു പോവും. അങ്ങനെ വീണാൽ പെട്ടെന്ന് പൊട്ടിപ്പോകുക. വീഴുന്നതിൻ്റെ ശക്തി കൂടുതലാണെങ്കിൽ പൊട്ടും. മറ്റ് പല പ്രീഷ്യസ് സ്റ്റോൺസും പൊട്ടണമെന്നില്ല. ബ്ലൂ സഫയറും റൂബിയൊക്കെ താഴെ കയ്യിൽ നിന്ന് വീണ് സംഭവിക്കത്തില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ കുട്ടികൾക്കൊക്കെ വന്ന് ഞാൻ ഈ റിംഗ് ഫിംഗർ തന്നെയാണ് കൊടുക്കുന്നത്. റിംഗ് ഫിംഗർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് തന്നെ അറിയാമല്ലോ, എല്ലാ മോതിരവും ഉപയോഗിക്കാവുന്ന ഒരു ഫിംഗറാണ്. റിംഗ് ഫിംഗറിലേക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ സേഫായിട്ട് സൂക്ഷിക്കുന്ന ആളാണെങ്കിൽ നമുക്ക് ചെറിയ വിരലിൽ തന്നെ ഇത് ഔഷധം, കാരണം ഇങ്ങനെ തട്ടിയാൽ തന്നെ പൊട്ടലുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കസ്റ്റമർക്ക് നമ്മൾ ഈ സ്റ്റോൺ കൊടുക്കുമ്പോൾ പ്രത്യേകം പറഞ്ഞ് കാണിച്ചാൽ പറയും ഇതിനകത്ത് ഇങ്ങനെ മാർക്കൊന്നുമില്ല. പിന്നെ പണിയാൻ കൊടുക്കുമ്പോഴൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ കല്ല് ചിലരിപ്പോൾ കാലിക്കറ്റ് എന്നൊക്കെ ചിലർ ഒരു കസ്റ്റമേഴ്സൊക്കെ നമുക്ക് വരാറുണ്ടല്ലോ, നാട്ടിലെ ഷോപ്പിലാണെങ്കിലും തന്നെ ചിലപ്പോൾ ഇവിടെ ആയിരിക്കും. ഇവിടെ ആണെങ്കിൽ അലയില്ല ഞാൻ സാർ വർക്ക് ചെയ്യുന്നത്, കല്ല് തന്നാൽ മതി ഞാൻ അവിടെ പണിയിക്കാമെന്ന് പറയുമ്പോഴും ഈ കല്ലിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. എന്നാലും നമ്മളതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ കാണിച്ചിട്ട് പറയും കല്ല് പണിയുന്നവരുടെ കയ്യിലേ കൊടുക്കാവുള്ളൂ. സാധാരണ റിങ്ങും ചെയിനും ഒക്കെ പണിയുന്ന സ്മിത്തിൻ്റെ കൊടുത്താൽ കല്ലിന് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ഇതിൻ്റെ അലൈൻമെൻറ്റ് തെറ്റിയാൽ പൊട്ടിപ്പോവും. സൈഡ് പൊട്ടിയാൽ കല്ല് പണിത് എക്സ്പീരിയൻസ് ഉള്ളവരാണ് അത് പ്രശ്നം വരത്തില്ല. വളരെ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യേണ്ടതാണ് ഈ ഒരു രത്നം. ഒരുപാട് കാര്യമുണ്ട്, അത് കുറേ പല എപ്പിസോഡിലായിട്ട് അത് കുറേശ്ശെ പറയാം. പിന്നെ ഇൻ ജനറൽ സോഫ്റ്റ് സ്റ്റോൺസ് അല്ലെങ്കിൽ പ്രീഷ്യസ് സെമി പ്രീഷ്യസ് സ്റ്റോൺസ് ഇത് യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ ഇപ്പം നമുക്ക് കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ ക്ലൈമറ്റ് എല്ലാം ചേഞ്ചായി. ക്ലൈമറ്റ് ചേഞ്ച് ആയപ്പോഴന്ന് പൊടി പടലങ്ങൾ ഭയങ്കര ഡസ്റ്റും പൊല്യൂഷൻസും കൊണ്ട് നിറഞ്ഞിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ബൈക്ക് സ്കൂട്ടറിലും അല്ലെങ്കിൽ ബസ്സിലും ഒക്കെ യാത്ര ചെയ്യുന്നവർ എപ്പോഴും ഈ പൊടി വന്ന് ഇതിൽ അടച്ച് നിൽക്കുക. എന്നിട്ട് പിന്നെ അത് പാടും മാർക്കുകളും ഒക്കെ ആയിട്ട് വന്ന് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ചൂടടിക്കുക. അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു നാച്ചുറലായിട്ടുള്ള സംഗതിയാണല്ലോ, ഇല്ലേ? അതെ. ഇനി ഒരു വലിയ പാറക്കൂട്ടങ്ങൾ പോലും ആണെങ്കിലും കാലാവസ്ഥകൾ ഒരുപാട് വരുമ്പോൾ അതിൽ തന്നെ മാറ്റം വരും. പിന്നെ ചെറിയ കല്ലല്ലേ ഇത്. അപ്പോൾ ഇന്നും നമ്മൾക്ക് ഇപ്പോൾ ഈ സ്കൂട്ടറിലൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർ വൈകുന്നേരം വരുമ്പോൾ അല്ലെങ്കിൽ കുളിക്കുമ്പോൾ ഒന്ന് സ്റ്റോൺ ഒന്ന് വെറും പച്ചവെള്ളത്തിലൊന്ന് കഴുകുക. പൈപ്പിൻ്റെ ചുവട്ടിൽ വളരെ സൂക്ഷിച്ച് പിടിച്ചാൽ മതി. കഴുകി വൃത്തിയാക്കി തുടച്ച് വെക്കണം. ഒരു പീരിയോഡിക്കൽ ഓയിലിങ് നല്ലതാണ്. ഓയിൽ ഫില്ലിങ് ഇത് എമറാൾഡൊക്കെ വരും, അതല്ല ഈ പറയുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന കല്ല് നമുക്ക് ഓയിലിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് വെക്കാം. ഈ പറയുന്നത് പോലെ നമുക്ക് നാട്ടിലാണെങ്കിൽ ശുദ്ധ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അതിലിട്ട് വെച്ചാൽ കുറച്ചും കൂടെ സ്മൂത്താവും, നല്ല ഫ്രഷായിട്ട് ഇരിക്കും. പിന്നെ പിറ്റേ ദിവസം നല്ല തുടച്ചങ്ങ് എടുത്താൽ മതി, നമുക്ക് വീണ്ടും അത് യൂസ് ചെയ്ത് ഉപയോഗിക്കാം. പിന്നെ സോഫ്റ്റ് സ്റ്റോൺസിൽ ഒരിക്കലും ഹാർഡായിട്ടുള്ള ബ്രഷുകളൊന്നും ഉപയോഗിച്ച് കഴുകരുത്. ഒരുപാട് സമയം വെള്ളത്തിൽ മുക്കിയിടരുത്. ഓപ്പൽസ് പിന്നെ ടർക്വൈസ് ഇതൊന്നും നമ്മൾ ഒരുപാട് വെള്ളം അബ്സോർവ് ചെയ്യുന്നതാണ്. അതെ അതെ, അതുകൊണ്ടാണ് കളർ ചേഞ്ച് തന്നെ ചിലപ്പോൾ അവിടെ സംഭവിക്കും. പണ്ട് തറയോട് ഇടുമ്പോൾ തറയോട് നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകിയാൽ പെട്ടെന്ന് അത് ഡ്രൈ ആവും. കാരണം വെള്ളം അബ്സോർവ് ചെയ്യും. കാലക്രമത്തിൽ തറയോടിൻ്റെ ആ ഗ്ലേസിങ് പോകുന്നതുകൊണ്ട് ഇത് തന്നെ ഈ സ്റ്റോണിന് സംഭവിക്കുന്നത്. ഇതും അതുപോലത്തെ ഒരു കല്ലാണല്ലോ.
അപ്പോൾ സോഫ്റ്റ് സ്റ്റോൺസ് നമ്മൾ വെള്ളത്തിൽ കണ്ടുവാനും ഡിപ്പ് ചെയ്ത് വെക്കരുത്. അങ്ങനെ എങ്ങാനും പറ്റിയപ്പോൾ വലിയ മഴയത്ത് നനഞ്ഞു മോതിരെല്ലാം നനഞ്ഞിരിക്കുകയാണ്, തുടച്ചങ്ങ് ക്ലീനായിട്ട്. കല്ലുകൾ ജനറേഷൻ ടു ജനറേഷൻ ഉപയോഗിക്കേണ്ടതുകൊണ്ട് നമ്മളതിനകത്ത് വൃത്തിയും മെനയും ഒക്കെ ആയിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. പിന്നെ എസ്പെഷ്യലി പേൾസ് ആൻഡ് കോറൽസും, ഇപ്പോൾ ടർക്കോയിസ് ഒപ്പൽസൊക്കെ ഉപയോഗിക്കുന്നൊരു കുറവായിരിക്കും. എന്നാൽ പേൾസും കോറൽസും ധാരാളം സ്ത്രീകൾ ഉപയോഗിക്കുന്നുണ്ട്. അവർ നമുക്ക് പുറത്തൊക്കെ പോകാനായിട്ട് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോകാനായിട്ടാണെങ്കിൽ സകല മേക്കപ്പും കഴിഞ്ഞു അവസാനം ഈ പേളുമാല എടുത്തിടാവുള്ളൂ. അല്ലെങ്കിൽ എന്തൊരു സ്പ്രേ അടിയുണ്ടല്ലോ ലാസ്റ്റ് നമ്മൾ ഒരു പെർഫ്യൂംസ് എന്തെങ്കിലും നാച്ചുറലി ഉപയോഗിക്കും. ഒരുപാട് വേർപ്പൊക്കെ ഉള്ള കാലഘട്ടം. അന്നേരം ഇതേ കൊള്ളരുത്. ഡയറക്റ്റായിട്ട് വന്നാൽ ഇത് പെട്ടെന്ന് അബ്സോർവ് ചെയ്യും, ഇത് ഡ്രൈ ആയിട്ട് പോവുകയും ചെയ്യും. പേൾസ് ആണെങ്കിൽ കളർ പോവും, കോറൽസ് ആണെങ്കിലും പെട്ടെന്നൊന്നും മങ്ങിയതുപോലെ തോന്നും നമുക്ക്. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു രത്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അത് നമുക്ക് എപ്പോഴും സ്ട്രോങ്, ഇപ്പോൾ നമുക്ക് നമ്മളുടെ ഈ സാനിറ്റേഷൻ നമ്മളിപ്പോൾ ഈ കോവിഡിന് ശേഷം ഇപ്പോൾ ആൾക്കാർക്ക് ഒരു ഹാബിറ്റായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ എപ്പോഴും നമ്മൾ അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും കൈ തുടയ്ക്കുന്നു പിടിക്കുന്നതൊക്കെ വരുമ്പോഴത്തേക്കല്ലേ കല്ലിനകത്തെല്ലാം അത് പറ്റുന്നുണ്ട്. പക്ഷെ അതെല്ലാം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഒരു റെസിസ്റ്റൻസ് പവർ ഈ കല്ലിനെല്ലാം ഉണ്ട്. പക്ഷെ അതിനപ്പുറത്തോട്ട് പോകുമ്പോഴാണ് ഡാമേജ് വരുന്നത്. ലോങ് ടൈം ഇതുപോലെ തന്നെയുള്ള കെമിക്കൽസ് കോണ്ടാക്ട്സ് കൊണ്ടാണ് കല്ലിൻ്റെ തിളക്കം ലെസ്റ്റർ പോവും. ലെസ്റ്റർ പോയാൽ കല്ലിൻ്റെ ഭംഗി പോയി. അപ്പോൾ നമ്മൾ രത്നം നിർണ്ണയിക്കുന്നതോടെ അതുപോലെ തന്നെ രത്നം വാങ്ങുന്നതും രത്നം സൂക്ഷിക്കുന്നതും ഒരു കാരണം രത്നങ്ങൾ തലമുറകളായിട്ട് ഉപയോഗിച്ചും കൈമാറിയും വരേണ്ടതാണ്. പേൾസും കോറൽസും സോഫ്റ്റ് സ്റ്റോൺസും ഉള്ള അതിന് ചെറിയൊരു ചലഞ്ചുള്ളത് ഇല്ലേ? അപ്പോൾ ആ രീതിയിൽ ആ സ്റ്റോണിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുക. ബാക്കി എല്ലാ രത്നങ്ങളെന്ന് പറഞ്ഞാൽ എത്ര ജനറേഷൻ വേണേലും ഉപയോഗിക്കും. 1000 അല്ല, 2000 അല്ല, 3000 അല്ല. കാരണം ഒരു രത്നത്തിൻ്റെ ഫോർമേഷൻ അനേകം വർഷങ്ങൾ കൊണ്ടാണ് ഭൂമിക്കടിയിൽ അത് ഉരുത്തിരിഞ്ഞ് വലിയൊരു രത്നദളമായിട്ട് മാറുന്നത്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഈ ഒരു വിവരങ്ങൾ കൊണ്ട് സമ്പന്നമായി. എപ്പിസോഡിന് സമയം തികയുന്നില്ല. നമുക്ക് പല കാര്യങ്ങളും നമുക്ക് പൂർത്തിയാക്കാനായിട്ട് പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് നമുക്കത് ഉൾപ്പെടുത്താം. കാരണം ഓരോ കാര്യങ്ങളും നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന പല കാര്യങ്ങളും പ്രേക്ഷകർ നമ്മുടെ അടുത്ത് ചോദിക്കുന്ന സംശയങ്ങളാണ്. അപ്പോൾ അവർക്കുള്ളൊരു ഉത്തരമായിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്തൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. നമസ്കാരം, നന്ദി.